ഹലോ നമസ്കാരം. ലോകകപ്പ് T20 മത്സരങ്ങൾക്കൊപ്പം യൂറോ കപ്പും കോപ്പ അമേരിക്കയും ചേരുമ്പോൾ ശരാശരി സ്പോർട്സ് പ്രേമികൾക്ക് ആഘോഷത്തിൻ്റെ രാവുകളാണ്. എന്നാൽ ഇതിനിടയിൽ ഇന്നലെ കേട്ടൊരു ദുഃഖവാർത്തയാണ് മുൻ ഇന്ത്യൻ ടെസ്റ്റ് താരം ഡേവിഡ് ജോൺസൻ്റെ മരണം. കർണാടക സ്വദേശിയായ ജോൺസൺ 1996 ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ 2 ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. ആ കാലത്ത് നിങ്ങൾക്കറിയാം, ഒരേ സമയം തന്നെ 6 പേരിൽ ഇന്ത്യൻ ടീമിൽ പ്ലേയിങ് 11 സ്ഥാനം നേടിയിരുന്നു. ഗുണ്ടപ്പ വിശ്വനാഥിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻഷിപ്പിൻ്റെ ആ ഒരു സമയത്ത് ദൊഡ്ഡ ഗണേഷിനൊപ്പം, ശ്രീനാഥിനൊപ്പം, പ്രസാദിനൊപ്പം ഉള്ള പേസ് ബൗളറായിരുന്നു ഡേവിഡ് ജോൺസൺ. 52 വയസ്സുകാരനായ ജോൺസൺ ബാംഗ്ലൂരിൽ ഒരു അക്കാഡമി നടത്തുകയായിരുന്നു. തൻ്റെ ഫ്ലാറ്റിൻ്റെ 4ാം നിലയിൽ നിന്ന് താഴേക്ക് വീണാണ് അദ്ദേഹം മരണപ്പെട്ടത്. ചില വാർത്തകൾ വരുന്നത് അദ്ദേഹം കടുത്ത ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം കാരണം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. മുമ്പ് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഡിപ്രഷൻ കാരണം കരിയർ ഉപേക്ഷിച്ചു പോയ ഒരുപാട് താരങ്ങൾ സ്പോർട്സിലുണ്ടായിട്ടുണ്ട്. പ്രവീൺ കുമാർ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പ്രവീൺ കുമാർ കടുത്ത ഡിപ്രഷൻ അടിമയായിരുന്നു. അദ്ദേഹം പിന്നീട് ഒന്നുമാവാതെ കളിക്കളത്തിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത്. ഇംഗ്ലീഷ് ക്രിക്കറ്റർമാരായ ജോൺ ട്രോട്ട്, മാർക്കസ് ട്രസ്കോത്തിക്, സാറ ടൈലർ, ജെയ്മി ഡാൽറിംബിൾ എന്നിവരെല്ലാം കടുത്ത ഡിപ്രഷൻ കാരണം കളിക്കളത്തിലെ കരിയർ ഉപേക്ഷിച്ചവരാണ്. അതേസമയം ധോണിയുടെ കഥ അഭ്രപാളികളിൽ അവതരിപ്പിച്ച സുശാന്ത് രാജ്പുട്ടാട്ടെ, അദ്ദേഹം ഡിപ്രഷൻ കാരണം സ്വയം മരണം തിരഞ്ഞെടുത്തു. അതേ വിധി തന്നെയാണ് ഗീത ഫോഗാട്ട്, ബബിത ഫോഗാട്ട്, ഗുസ്തി സഹോദരങ്ങളുടെ കസിനായ ഋതിക ഫോഗാട്ടിനും ഉണ്ടായത്. അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഡിപ്രഷനെ പറ്റി എഴുതിയ വിശദമായ ഡീറ്റെയിലിംഗ് 22 വാരയിലെ ചരിത്രത്തിലൂടെ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിലുണ്ട്. പുസ്തകം കിട്ടുന്നതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. എന്തായാലും ഡിപ്രഷൻ എന്നത് സ്വാഭാവികമായിട്ടും സാധാരണ എല്ലാ ജനങ്ങളിലുമുള്ള ഒരവസ്ഥ തന്നെയാണ്. ഡിപ്രഷനിലൂടെ കടന്നു പോകാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ മസായ് വാരിയേഴ്സിനെ കുറിച്ചോ അതല്ലെങ്കിൽ T20യുടെ കഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാക്സിനെ കുറിച്ചോ പറയണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ആകസ്മികമായി ഇന്ന് വന്നു ചേർന്നത് ഡേവിഡ് ജോൺസനാണ്. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.